കർഷകർക്ക് കൈത്താങ്ങാകാനും വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടവകാംഗങ്ങൾക്ക് ലഭ്യമാക്കാനുമായി ആലക്കോട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ പുതിയ സംരംഭം. ഞായറാഴ്ചകളിലെ കുർബാനയ്ക്ക് ശേഷമുള്ള ആഴ്ചച്ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. നമ്മുടെ ആലക്കോട് സെന്റ് മേരീസ് ഫൊറോന ഇടവക ദേവാലയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നൊരു സംരംഭമാണ് ഈ ആഴ്ചച്ചന്ത. നമ്മളെല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഇടവക അംഗങ്ങളിൽ നിന്നും ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആഴ്ചച്ചന്തയിൽ എത്തുന്നു. കുർബാന കഴിഞ്ഞെത്തുന്നവർ മാത്രമല്ല, ഈ പൊതുസമൂഹത്തിലെ ധാരാളം ആളുകൾ ഈ വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി കടന്നു പോകുന്ന സുന്ദര കാഴ്ച നമുക്കെല്ലാവർക്കും വളരെ ഹൃദ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ കാർഷിക വിഭവങ്ങൾ നിശ്ചയമായും വിഷരഹിത ഉൽപ്പന്നങ്ങളാണ്. ഓർഗാനിക് ഫാമിങ്ങിലൂടെ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ്. മാർക്കറ്റിൽ ഇവർ കൊടുത്താൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഈ ആഴ്ചച്ചന്തയിൽ നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും നമുക്ക് വാങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ വില കുറഞ്ഞ് വളരെ മിതമായ നിരക്കിലാണ് ഈ ആഴ്ചച്ചന്തയിൽ നമ്മൾ വിപണനം നടത്തുന്നത്. നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളിൽ തന്നെ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുവാൻ ഒരു മാർഗമുണ്ട് എന്നത് വീണ്ടും ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു പ്രേരണയും പ്രോത്സാഹനവുമാണ്. ഒരു പുതിയ ആരോഗ്യ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മുടെ ആഴ്ചച്ചന്ത ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുക. എൻ്റെ പേര് ജിജി, കുന്നേമുറിയിൽ വീട്. ഞാനിവിടെ ആലക്കോട് ഒറ്റത്തൈ കുടുംബാംഗമാണ്. ഇവിടെ ആലക്കോട് സെൻറ്റ് മേരീസ് പള്ളിയിൽ എല്ലാ ആഴ്ചയിലും കർഷകരുടെ ജൈവ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ചച്ചന്ത പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒത്തിരിയേറെ ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയാണ്. ഒരു നല്ലൊരു സംരംഭമായ ഇതിനെ എല്ലാ രീതിയിലും ഇടവക്കാർ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഇവിടെ ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ ആൾക്കാർ ഈ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആലക്കോട് ഇടവകയിലെ ട്രസ്റ്റി തോമസ് പോത്തനാമല എന്നാണ് എൻ്റെ പേര്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ആരംഭിക്കുവാൻ പ്രേരണ നൽകിയത് 70 വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു ദേവാലയമാണ് ആലക്കോട് ദേവാലയം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല കൊണ്ടാണ് അവർ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പോറ്റി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്ത് ഈ നാടിൻ്റെ വികസന പ്രക്രിയകളിൽ ഭാഗവാക്കായതും അവരുടെ സഹകരണവും മനോഭാവവും കൂട്ടായ്മയുമാണ് ഈ ദേവാലയം പടുത്തുയർത്തുന്നതിൽ പോലും നിർണായകമായി പങ്കുവഹിച്ചത്. ഇപ്പോഴത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും കാർഷിക മേഖലയിലുള്ളവർക്ക് സമൂഹത്തിൽ വിലയില്ലാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തപ്പോൾ കാർഷിക വൃത്തിയെയും കാർഷിക പ്രവർത്തനങ്ങളെയും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാതെ കർഷകൻ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് വിലയേക്കാൾ നല്ല വില നൽകി ഞങ്ങൾക്ക് നല്ല സോഫ്റ്റായ അല്ലെങ്കിൽ നല്ല പുതിയ സാധനങ്ങൾ ഇവിടെ ശേഖരിക്കുവാനും ശനിയാഴ്ച ശേഖരിക്കുന്ന സാധനങ്ങൾ ഞായറാഴ്ചത്തെ 3 കുർബാന സമയങ്ങളിലായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ട് ഉൽപ്പാദകനും അതുപോലെ ഇത് വാങ്ങാനെത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ന്യായമായ വിലയ്ക്ക് നൽകുവാനും കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് ഏറ്റവും ന്യായമായ വിലയിൽ നമ്മൾക്കത് ശേഖരിക്കുവാനും കഴിയുന്നതുകൊണ്ട് ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരാൻ ഒരു പ്രേരണ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും അതിന് നല്ല സഹകരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വളരെയധികം ആൾക്കാർ ഈ ഇടവകയിൽ നിന്ന് പുറത്തു നിന്നും അതുപോലെ നാനാജാതി മതസ്ഥരായ ആൾക്കാരും ഈ സംരംഭത്തോട് സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. ഇത് കാർഷിക മേഖലയുടെ ഒരു തിരിച്ചുവരവിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. കർഷകരിൽ നിന്ന് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ശേഖരിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്കാണ് ആളുകൾക്ക് നൽകുന്നത്.
പേര് തങ്കച്ചൻ, വിളിക്കുന്ന പേര്. പള്ളിയിലെ പേര് ഇമ്മാനുവലാണ്. കൈക്കരമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇത് ആരംഭിച്ചത്. ഞങ്ങളിപ്പോൾ 3 മാസമായി തുടങ്ങിയിട്ട്. നല്ല വിജയമായി. നല്ല സാധനം എല്ലാം വിറ്റ് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാം വിറ്റ് പോകുന്നുണ്ട്. എല്ലാം ഞങ്ങൾ ഈ ഇടവകയിലെ സാധനങ്ങൾ മാത്രമാണ് എല്ലാം ശേഖരിക്കുന്നത്. ഒരു ദിവസം ഒരു 15,000-20,000 രൂപയുടെയൊക്കെ കച്ചവടം ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. കർഷകർക്ക് അതിൻ്റെ വില കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 5% ഞങ്ങൾ കൂടുതൽ എടുക്കുന്നുള്ളൂ. ഞാൻ ട്രസ്റ്റിയാണ്. പേര് ദേവി കരിമ്പുഴിത്താഴി. സാധനങ്ങൾ കർഷകർ നമുക്കിവിടെ ശനിയാഴ്ച വൈകുന്നേരം എത്തിച്ചു തരും. ഞങ്ങളത് കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ചെറിയ മാർജിൻ ഇട്ട്. കാരണം ഞങ്ങൾ കൂട്ടായി വിചാരിച്ചതിനും ഞങ്ങൾ ടെസ്റ്റുമാരുടെ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇല്ല, ഒരു ദിവസം കാന്താരിമുളക്, ഇന്നിപ്പോൾ ചക്കക്കുരുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റവും ഞങ്ങൾ എടുക്കും. കരിവേപ്പിലയുണ്ട് വന്നിട്ട്, കോപ്പൊടിയുണ്ട്, പിന്നെ തേനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നത്, തേന, നെയ്യ് എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സാധനങ്ങളുണ്ട്. ആഴ്ച ചന്തയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇടവക ഉപയോഗിക്കുക. എൻ്റെ പേര് ഫാദർ എബിൻ, വീട്ടുപേര് മുള്ളംകുഴി, ആലക്കോട് ഫൊറോന പള്ളിയുടെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ആചരണം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, കടമുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടുകൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം, അനുഗ്രഹപ്രദമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആലക്കോട് ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ആചരണം, ഞങ്ങളുടെ വിശുദ്ധ കുർബാന അർപ്പണം കൂടുതൽ മികവേകുന്നത് ഞങ്ങളുടെ ആഴ്ചച്ചന്ത തന്നെയാണ്. ഇതൊരു ആഴ്ചച്ചന്ത എന്നതിനേക്കാളും അപ്പുറം വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വന്നു, അതിനുശേഷം ആ ഒരു കൂട്ടായ്മ, വിശുദ്ധ കുർബാനയുടെ തുടർച്ച തന്നെയായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയും സാഹോദര്യവും സ്നേഹവും പങ്കുവയ്ക്കലുമെല്ലാം കാണാനായിട്ട് സാധിക്കുന്ന ഒരു വേദി തന്നെയാണ് ഈ ആഴ്ചച്ചന്ത എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഇടവക സമൂഹം ഒരുമയോടെ പങ്കെടുക്കുന്നു. ഒപ്പം എല്ലാ വിഭവങ്ങളും തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം. കർഷകർക്ക് ആ ഒരു വിപണി കണ്ടെത്താനുള്ള ആ ഒരു എളുപ്പ സാധ്യത നമ്മുടെ ഇടവക കൂട്ടായ്മ ഒരുക്കി കൊടുക്കുകയാണ്. മറ്റ് ഇടവകളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ വിഭവങ്ങൾ വാങ്ങാനായിട്ട് വരുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷവും അതിലേറെ അഭിമാനം നൽകുന്ന കാര്യം കൂടെയാണ്. വിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഔഷധമാണെങ്കിൽ നല്ല ഭക്ഷണം, നല്ല പച്ചക്കറികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണല്ലോ. അപ്രകാരം ഏറ്റവും നല്ല വിഭവങ്ങളാണ് നമ്മുടെ ഈ ആഴ്ചച്ചന്തയിൽ ആളുകളിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ തലശ്ശേരി അതിരൂപതയിൽ തന്നെ ആദ്യത്തെ ഒരു ഇടവക തന്നെയായിരിക്കും ഈ ആഴ്ചച്ചന്ത എന്നുള്ള സംരംഭം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. തീർച്ചയായിട്ടും പൗരോഹിത്യം സ്വീകരിച്ച് അതിൻ്റെ 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ പുതിയ കടന്നു ചെല്ലുന്ന ഇടവകളിൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനവും ഇതിൽ നിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്.